പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുചിറ കാട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ പുതുപ്പള്ളിയിൽ ആദ്യമായിട്ട് തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ്. കണിയാമ്പറമ്പിൽ ഷെറി എന്നയാളുടെ പറമ്പാണ്. ഞാനതിൻ്റെ ആദ്യം ഇത് നടുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടതാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ ആദ്യമായിട്ട് പുതുപ്പള്ളിയിൽ ആദ്യമായിട്ട് തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് നടക്കുക. വളരെ സന്തോഷത്തോടു കൂടിയാണ് തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് കാണാൻ എത്തിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു സങ്കടമുള്ള വാർത്തയാണ് കേട്ടത്. അത് കുറെ ഭയങ്കര. ഇന്നാൾ ഇവിടെ വന്ന ഈ പൈപ്പ് ഇതെല്ലാം കൂടെ ഇതിന്റെ എല്ലാം തല്ലി പൊട്ടിച്ച്. പക്ഷെ ഇവിടെ ഒരു ക്യാമറ അത്യാവശ്യമായിട്ട് വന്നിരിക്കല്ലേ? ഇവിടെ അത്യാവശ്യമാണ്. ഇന്നാണ് ഈ മോട്ടറെല്ലാം തല്ലിപ്പൊട്ടിച്ചതല്ലേ? മോട്ടർ ഇത് മോഷ്ടിച്ചോണ്ട് പോയല്ലേ? അല്ലെങ്കിൽ ഇതിന് മറ്റേ അനുവാദമൊന്നും വേണിക്കണ്ട. മറ്റേ ചെറിയ ക്യാമറ ഉണ്ടല്ലോ, മറ്റേ ഈ വൈഫൈ ഉള്ളതുണ്ടല്ലോ, വീടുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങളുടെ മൊബൈലോട്ട് കണക്ട് ചെയ്യും. ഇവിടെയാണ് ആദ്യമായിട്ട് കുടുംബശ്രീയുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ്റെ കൃഷി ആരംഭിച്ചത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതാണ്. പക്ഷേ ഇവിടെ ഈ തണ്ണിമത്തൻ വിളവെടുക്കാൻ വേണ്ടി ഇവർ എടുക്കാൻ ഇടുന്ന കാ മുഴുവൻ ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഒരുപാട് തണ്ണിമത്തൻ്റെ 30 കായ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് മോഷണം പോയത്. അപ്പോൾ അത് കാരണം രാവിലെ എല്ലാവരും വളരെ സങ്കടത്തിലാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്തൊരു പമ്പ് ഹൗസാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് ഇവിടുന്ന് ഒരു കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസാണ്. അവിടുന്ന് ഇതിൻ്റെ മോട്ടർ അടക്കം എല്ലാം കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ രാത്രി മോഷ്ടിച്ചുകൊണ്ട് പോയി. ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. എങ്കിലും അവർ ആകപ്പാടെ ഇതൊരു കർഷകൻ്റെ ഒരു പ്രതീക്ഷയല്ല. ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആ സന്തോഷം തല്ലിക്കെടുത്തിയ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള നിങ്ങൾ ഇതാ ചെയ്തവർ ആരാണെങ്കിലും ഒന്ന് ഓർക്കുക. ഒരുപാട് ആൾക്കാരുടെ കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് ഒരു കൃഷി എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വെറും തമാശയായിരിക്കാം, പക്ഷേ അവരുടെ അത് ജീവിതമാർഗ്ഗമാണ്. തണ്ണിമത്തനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എല്ലാം വിളവെടുപ്പാനുള്ള ഭാവത്തിലായി വരുന്നതേ ഉള്ളൂ. എങ്കിലും ഇന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടുത്തെ വിളവെടുപ്പ് ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്. ഇതിവിടെ കൃഷി തുടങ്ങിയ സമയം തൊട്ട് ഞാനിടയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഒരുപാട് നനയ്ക്കുകയും കാര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരിത് വിളവെടുപ്പ് പരുവത്തിലേക്ക് ആക്കിയത്. ആ തണ്ണിമത്തനാണ് സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചുകൊണ്ട് പോയത്. നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ മോനിച്ചൻ കുറ്റിപ്പുറം, അതുപോലെ CDS മെമ്പർമാരായ കുടുംബശ്രീയുടെ മെമ്പർമാരും എല്ലാം എത്തിയിട്ടുണ്ട്. അതുപോലെ കൃഷി ഉദ്യോഗസ്ഥർ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ സാന്നിധ്യത്തിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ഈ വഴിയേ പറ്റത്തുള്ളൂ. ചെരുപ്പ് ഇപ്പൊ അത്യാവശ്യമായിട്ട് കുഴപ്പമില്ല. ഞാൻ കുളിച്ച് വെച്ച പോവാ. അവർക്കുണ്ടോ ഇവിടെ ഒന്നുണ്ട്.
മോശമൊന്നും വന്നിട്ടില്ല അല്ലേ? പിന്നെ അതെ അതെ നല്ല രീതിയിൽ വന്ന, പക്ഷെ അത് തന്നെ വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാണല്ലോ വെച്ചത്. അതെ അതെ ആ വയ്ക്കോ. കിട്ടുന്നുണ്ടോ? പിന്നെ എന്തേ കുടുംബശ്രീ എല്ലാരും കിടന്നു മുതലാളിമാരൊക്കെ കിടന്നില്ല. എല്ലാരും അവിടെ നിൽക്കും, പുറകിലോട്ട് പോട്ടെ. പുറകിലോട്ട് നിൽക്കുന്നു അവിടെ പുറകിലോട്ട് വെള്ളം കൂടെ കളയല മെമ്പറുമായ മനുഷ്യനായ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ കൃഷിക്കായിട്ട് തന്നിരിക്കുന്ന എൻ്റെ നമസ്കാർ കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ സാബു, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ 1.5 മാസക്കാലമായി നമ്മളിത് ഈ തണ്ണിമത്തൻ കൃഷി തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് വിളവെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ ഒരു വളരെ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു മനപ്രയാസത്തിനിടയായി നമ്മുടെ കായെല്ലാം നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി കേട്ടപ്പോൾ തന്നെ. എന്ന് പറഞ്ഞാൽ എന്തേരെ കഷ്ടപ്പെട്ട കൃഷിക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. എന്നാൽ നല്ലതുമാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ നല്ലൊരു സംരംഭമാണ്. പക്ഷേ അത് കേട്ടപ്പോൾ വളരെ വലിയ സങ്കടമായിപ്പോയി. പക്ഷേ നമ്മൾ ഈ വെള്ളമൊക്കെ രാവിലെ തൊട്ട് ഇത് കഷ്ടപ്പെട്ട് എന്തേറെ ആൾക്കാർ എത്ര പേരിനകത്ത് കഷ്ടപ്പെട്ട് ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഇത്രയും വിളവെടുപ്പ് നടന്ന് അതിൽ നിന്ന് അത് എടുത്തോണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു സങ്കടവും ബുദ്ധിമുട്ടും തന്നെ. അതൊക്കെ അത് ആർക്കങ്ങനെ ചെയ്യാൻ തോന്നും? നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ഇതുപോലും നമ്മൾ ചെയ്യാത്തൊരാൾക്കാരായതുകൊണ്ട് നമുക്കത് കേട്ടപ്പോൾ തന്നെ വളരെ സങ്കടമായിപ്പോയി. അത് ഇനിയുണ്ട് വളരെ സന്തോഷം തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളൊരു സാധനം കൃഷി ചെയ്ത് അതിനകത്ത് ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആദായമല്ല, ആദായത്തെക്കാളും കൂടുതലായിട്ട് നമുക്കൊരു മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം, ഭയങ്കര ആഹ്ലാദം, ഭയങ്കര അത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ 5 മിനിറ്റ് ആവുള്ളൂ ഈ വെയിലത്ത് നിൽക്കാന്നുള്ളൂ. ഈ വെയിലത്ത് നിൽക്കാൻ നമ്മളെ ചുട്ടുപൊളിക്കുക. ഇതിനേക്കാളും കഠിനമായ വെയിലിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടാണ് ഇവർ ഈ സാധനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. ആ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ ചില സാമൂഹിക വിരുദ്ധർ ഒരു അധ്വാനം ഇല്ലാതെ രാത്രിയിൽ അല്ലെങ്കിൽ ഒളിവിൽ തട്ടിക്കൊണ്ട് പോകുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അതിന് നമ്മുടെ നാട്ടുകാർ എന്താ പറയുക, കുറെ കൂടെ ജാഗരൂകരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇത് ഭയങ്കര സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടി എന്ത് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് മുൻകൈ എടുത്തു വന്ന ഷെറിയുടെ കൂട്ടത്തിൽ രായപ്പൻ ചേട്ടന് അവർക്കെല്ലാം കുടുംബശ്രീ എല്ലാവിധ പ്രോത്സാഹനം നൽകിയ നമ്മുടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും ഐശ്വര്യങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അല്ലല്ല നമ്മുടെ പള്ളിയിൽ അവിടെ ഉണ്ടാവും. ദൈവമേ അവർക്ക് എല്ലാവിധ ചകരുടെ മുഖം ചെറു കളർ കൊണ്ടെടുത്താൽ മതി. ചകരുടെ മുഖം നല്ല കളറാവും. എന്തോ അയ്യോ വലിയ കാര്യം അവരെ സംബന്ധിച്ച്. സാധനം കൊണ്ടുപോയോ? ആണെന്നേ അതാരുടെ പാർട്ടി? എന്നെ വിളിച്ച് ഇന്നലെ രാവിലെ വന്ന് എന്റെ ഫോട്ടോ മൊബൈലിലെ ഫോട്ടോ എടുത്തോളം പഴയതൊക്കെ കാണിച്ചു. അതല്ലേ ഇവിടെ ഇത് പറയാം. എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? മൂപ്പായി പറഞ്ഞ അല്ലേ? മൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എടുത്തോ ഒരു 4 ദിവസം നല്ലോണം ചുമക്കുന്നത് ചുമക്കുന്ന ഒരു ചുമല കളർ വരും അല്ലേ? ചുമല കളർ വരും. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്
രാത്രിക്കൊക്കെ വന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇത് വരെ നടക്കുന്ന കാര്യമാണ്. ഞാൻ എടുത്തായിരുന്നു. ഇനിയിപ്പോ ഇവിടെ ക്യാമറ വെക്കാന്നുള്ള വേറെ പറയാം. വാ ഇങ്ങോട്ട് വാ. കുടുംബശ്രീക്കാരെ കഴിച്ചോ? ഇല്ലല്ലോ. എടുത്ത് അല്ല, ക്യാമറ വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു ക്യാമറ വെച്ചാൽ മതി. പഞ്ചായത്തിന്റെ ഈ കോളാക്കുള്ളതും അവിടുന്ന് ഒരു മോശം നടന്ന പിന്നെ ഇവിടെ തന്നെ ഒരു ക്യാമറ വെക്കണ്ട. ഇനിയും കൊണ്ടുപോയി. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരും. ഈ കഷ്ടപ്പാടോ ബിജുവേ മോനിച്ച ചായ ബാ, ചായ അരുണേ ബാ. നിങ്ങളെ സംഘടനയുടെ ആയിട്ട് വല്ലതും പൈസ കൊടുത്താണോ? അല്ലല്ലോ. ഒരു ഗ്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഇതിൽ കൊണ്ടേ കൊടുത്തല്ലേ? വീട്ടിൽ ചെന്ന് കൊടുത്തല്ലേ? കൊടുത്താണ്. ആളെ മരിച്ചു പോയെന്ന് നമ്മുടെ 9-ാം വാർഡിൽ പറഞ്ഞു. ഇവരൊരു ചെറിയ സഹായം ചെയ്തായിരുന്നു. ചക്കമുള്ള പുള്ളി ഏപ്രിൽ പകുതിയാകുമ്പോ എടുത്താൽ മതി കേട്ടോ. ഏപ്രിൽ പകുതിയോ? ഏപ്രിൽ പകുതിയായിട്ട് എടുക്കാം. അങ്ങനെ നട്ട സമയം കൂടെ നോക്കണ്ടേ. അപ്പൊ നമ്മള് 2 ആഴ്ച ഇല്ല. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി കേട്ടോ. 15 ദിവസം. ഞാൻ ഈ യൂട്യൂബിന്റെ അകത്ത് നോക്കിയപ്പോഴത്തേക്കും അടി മഞ്ഞ കളർ ആകുമ്പോഴത്തേക്ക് ഇവിടെ പോവാൻ ആയിക്കോട്ടെ. മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. Yeah.